നിയുക്ത മന്ത്രി കെ.എം. ഷാജി എനിക്കൊപ്പം ചേരുകയാണ്. എന്താണ് ആദ്യത്തെ പ്രതികരണം, ഒരു സന്തോഷം, സംതൃപ്തി എന്താണ്? പ്രതികരണം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഒരു സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരു ഭാരിച്ച ബാധ്യതയാണ്. ആ ബാധ്യത നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പാർട്ടി എന്നിൽ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ് ഇനിയുള്ള വർഷങ്ങളിലെ സമയങ്ങളിലെ എൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ വിചാരിക്കുന്നു. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അത് തന്നെയായിരിക്കുമല്ലോ വലിയ ഉത്തരവാദിത്തം എന്ന് പറയും. ആ 10 വർഷത്തിന് ശേഷം UDFനെ ജനങ്ങൾ ഒരു സാധാരണ നിലയിൽ കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിച്ചു എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഭൂരിപക്ഷം നോക്കിയാൽ പോലും അത് മനസ്സിലാവും. ജനങ്ങൾ വോട്ട് ചെയ്ത് മതിവരാതെ വോട്ടുകൾ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് ഒരു വലിയ സന്തോഷമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ, നിലവിലുള്ള ഖജനാവിൻ്റെ കാലിയായി കിടക്കുന്ന ഖജനാവ്, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ജനങ്ങൾ അർപ്പിച്ച ആ ഒരു വിശ്വാസം എന്നത് ഒരു വലിയ ബാധ്യതയായിട്ടാണ് UDFൻ്റെ മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ക്യാബിനറ്റിൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഇനിയുള്ള ദിവസങ്ങൾ അതായിരിക്കും. ലീഗിനെ സംബന്ധിച്ച് 5 മന്ത്രിമാർ അത് അർഹമായ പ്രാതിനിധ്യമായി കരുതുന്നില്ല. അല്ല, ലീഗിന് അർഹമായ പ്രാതിനിധ്യം അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ലീഗ് ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാവരോടും കൂടെ ആലോചിച്ച്, അല്ലാതെ ഞങ്ങൾക്ക് 2 സീറ്റ് കൂടുതൽ കിട്ടി, കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ആൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നൊക്കെ പറഞ്ഞിട്ട് വകുപ്പുകളിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നേരത്തെ പോലും 5ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ചീഫ് വിപ്പ് പോയപ്പോൾ ചീഫ് വിപ്പിന് പകരം വന്നിട്ടുള്ള പാർലമെൻ്ററി കാര്യമന്ത്രി എന്ന നിലയ്ക്ക് 5ാം മന്ത്രിയെ ആവശ്യപ്പെട്ടതാണ്. അതന്ന് വിവാദമാക്കാൻ ശ്രമിച്ചു നിങ്ങൾ മീഡിയക്കാരടക്കം എന്നല്ലാതെ അതിൽ വസ്തുതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ ഒരു വിവാദം ഇല്ല. വേണമെങ്കിൽ നമുക്ക് എന്തോ വിവാദം ഉണ്ടാക്കും. അപ്പം ഷാജി രാവിലെ മന്ത്രി ആയിരുന്നില്ല ചില ആളുകൾക്ക്, ഇന്നലെ മറ്റേ ആൾ ഉച്ചയ്ക്ക് വെട്ടി, ഇന്നലെ ഉച്ചയ്ക്ക് വെട്ടി, വൈകുന്നേരം കൂട്ടി, അതൊക്കെ അങ്ങനെ വേണേൽ നമുക്ക് വിവാദമാക്കാം. വിവാദങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ പോലും താങ്കളുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദമാക്കിയിരുന്നു. ഇപ്പോൾ ഇന്നലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി താങ്കളെ മന്ത്രിയാക്കാനേ പാടില്ല എന്ന് ആവശ്യം ഉന്നയിച്ചു. ആ ഒരു പ്രസംഗം, ഇപ്പോൾ താങ്കൾ മന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്, അതൊരു പക്ഷപാതപരമായി പെരുമാറും. താങ്കളുടെ വേറൊരു പ്രസംഗം വിവാദമായത് താങ്കൾ സമുദായത്തിന് വേണ്ടി നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് UDF അധികാരത്തിൽ വരുന്നത്. ഇപ്പോഴും സമുദായത്തിന് നേടിക്കൊടുക്കാൻ വേണ്ടി UDF അധികാരത്തിൽ വന്നു വാദമുണ്ടോ? എൻ്റെ പ്രസംഗങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് കടന്നു കയറിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്ന ഒരാളൊന്നുമല്ല. അത്തരം വ്യാഖ്യാനങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ചോദ്യത്തിന് ഈ പ്രചാരകന്മാർക്ക് പറയാൻ പറ്റാത്തൊരു മറുപടിയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തെ എൻ്റെ ജീവിതത്തിലെ ഒരു വാക്കുകൊണ്ട് ഞാൻ വിമർശിച്ചിരുന്നു, ആക്ഷേപിച്ചിരുന്നു എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളാണിപ്പോൾ കാര്യമായിട്ട് ഒരു പത്രപ്രവർത്തനം നിൽക്കണവരല്ലേ, നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പം മന്ത്രിസ്ഥാനം ഇപ്പം താങ്കൾ പ്രഖ്യാപിച്ചതല്ലേ, ഞാൻ രാജിവെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതൊന്നും ഒരു ശരിയായ സാധനമല്ല. നിങ്ങൾക്ക് ഒരു സമുദായത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ അതിന് കഴിയൂല. കാരണം എന്താണെന്നറിയോ, ഞാനൊരു വിശ്വാസിയാണ്. ഒരു വിശ്വാസമുള്ളവൻ വേറൊരു വിശ്വാസിയെ ഒരിക്കലും ആക്രമിക്കില്ല, അയാളെ എതിര് പറയില്ല. ഒരു സമുദായത്തെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് വരെ ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ ഞാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പറയേണ്ടുന്ന വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ സംസാരിക്കാറ്. ഒരു സാമുദായിക പാർട്ടി എന്ന നിലയ്ക്ക് ക്ലാരിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ സംസാരിക്കാറ്. അതിനുള്ള അംഗീകാരം ഞങ്ങൾക്ക് ജനങ്ങൾ തന്നത് 102 സീറ്റാണ്. പിന്നെ അതിനേക്കാളപ്പുറം ഞങ്ങൾക്ക് എന്ത് അംഗീകാരം വേണ്ടത്? അതിലിപ്പോൾ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, സമുദായത്തിന് നഷ്ടപ്പെട്ട 10 വർഷം നേടിക്കൊടുക്കാനാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമുദായത്തിന് മാത്രം നേടിക്കൊടുത്താൽ പോരല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്ന വാക്കുകളെ എങ്ങനെ വളച്ചൊടിക്കാമെന്ന അമിത മോഹത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്കതിനൊന്നും ഇപ്പോൾ മറുപടി പറയാൻ സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ജനങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തെ എത്രമാത്രം സത്യസന്ധമായിട്ട് നിർവഹിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ, ആ പ്രശ്നങ്ങളെ ഏത് തരത്തിലാണോ 102 MLA-മാരും ചേർന്നിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ണു തുറന്നിരിക്കെ അവരെ ബോധ്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മന്ത്രിമാരുടെയും ബാധ്യത. ആ ബാധ്യതയുടെ കൂടെ നിന്നതിന് ശക്തി പകരമായിരിക്കും ഷാജിയുടെ ഉത്തരവാദിത്തം. ഏത് വകുപ്പായിരിക്കുന്നത്? അങ്ങനെയല്ല, ഇതിൽ ഞങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു വകുപ്പ് എന്ന രീതിയിൽ പൊതുമരാമത്തോ തദ്ദേശ സ്വയംഭരണമൊക്കെ പ്രതീക്ഷിക്കുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അതിനകത്ത് അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടി നേതൃത്വത്തോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ആണല്ലോ. എൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഞാൻ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം മനസ്സിലാക്കുകയാണെങ്കിൽ അത്ര ഒരു വകുപ്പ് എനിക്ക് കിട്ടും. അത്ര അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ പറയും. ഞാൻ ഏതെങ്കിലും വകുപ്പ് ചോദിച്ചാൽ മറ്റേ വകുപ്പൊക്കെ മോശമാണെന്നോ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാനല്ലേ, അതുകൊണ്ടാവും അറിയില്ല. എല്ലാവിധ ആശംസകളും. കോഴിക്കോടിന് വേണ്ടി കൂടി പ്രവർത്തിക്കുമോ? കോഴിക്കോടിന് 2.5 വർഷം കഴിഞ്ഞിട്ട് കോഴിക്കോടിന് വേണ്ടി എന്നുള്ളതല്ല, അങ്ങനെ ഒരു കാര്യമല്ലേ ഇതിനകത്ത്. നമ്മൾ കേരളത്തിലൊരു മന്ത്രിയായി വരുമ്പോൾ കോഴിക്കോട് കണിയാൻ പറ്റേണ്ട നാടാണ്, കണിയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതിനൊരു ചെറുതാക്കി കാണിക്കാനുള്ള ഏർപ്പാടാണ്. അങ്ങനെയൊന്നുമില്ല. ഒരു മന്ത്രിയുടെ ഒരു സൈൻ
ഈ നാട്ടിൽ എത്ര ജനങ്ങളെ ബാധിക്കുന്നതാണ്, അതിനൊരു പ്രാദേശികതയില്ല. പക്ഷേ ടോട്ടൽ ഗവൺമെൻറ് അതിൻ്റെ സ്പിരിറ്റിൽ അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ അതിനായിട്ട് പറയാൻ കഴിയുള്ളൂ. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയൽ മാത്രമല്ല, ഞങ്ങൾക്ക് ചെയ്യലിലാണ് കുറച്ചുകൂടി താല്പര്യമുള്ളത്. അപ്പോൾ അതായിരിക്കും എന്നുള്ള ദിവസങ്ങളുണ്ടാവും. ആശംസകൾ. താങ്ക് യു വെരി മച്ച്.